സൗദി ദമാമിലെ ഖത്തീഫ് മത്സ്യ മാർക്കറ്റിന് ഏറെ പ്രത്യേകതകളുണ്ട്. രാവിലെയും വൈകുന്നേരവുമായി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് കച്ചവടം. പക്ഷേ അതിനിടയിൽ കൈമറിയുന്നതോ ലക്ഷങ്ങൾ. സൗദികളും മലയാളികളും ഒത്തുചേർന്ന ഖത്തീഫ് മത്സ്യ മാർക്കറ്റിലേക്കാണ് വീക്കെൻഡ് അറേബ്യയുടെ അടുത്ത യാത്ര. സൗദിയുടെ പൂർവ്വദിക്കിൽ ചരിത്രത്തിന്റെ ഒരുപാട് ശേഷിപ്പുകൾ ബാക്കിയുണ്ട്. ആധുനികതയുടെ ഉത്തുംഗതയിലേക്ക് സൗദി പ്രയാണം തുടരുമ്പോൾ അതിൽ ദമാമിന്റെ പ്രാധാന്യം ചെറുതല്ല. എണ്ണഖനനവും വ്യവസായ ശൃംഖലകളും കൊണ്ട് സമ്പന്നമാണ് ദമാം. ഒപ്പം ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ആവാസ കേന്ദ്രം കൂടിയാണിത്. നഷ്ടപ്രതാപത്തിന്റെ കഥകളാണ് ഖത്തീഫിന് കൂട്ട്. പ്രാചീന ജീവിത താളങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ ഇന്നും പഥ്യം. സൗദിയിൽ എണ്ണ കണ്ടെത്തുന്നതിനു മുമ്പ് കൃഷിയും മത്സ്യബന്ധനവുമായി ഏറെ സമ്പന്നരായ നാട്ടുപ്രമാണിമാരുടെ ഇടമായിരുന്നു ഇവിടം. ഗ്രീക്ക് ചരിത്രങ്ങളിൽ പോലും കാണാം ഖത്തീഫിനെക്കുറിച്ച് പരാമർശം. ഖത്തീഫിലെ മത്സ്യമാർക്കറ്റ് ഇന്നും മാറ്റം കൂടാതെ തുടരുകയാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മത്സ്യവിപണിയാണിത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ കേന്ദ്രത്തിന്. സൗദിയിലെ പ്രധാന മത്സ്യ ഹാർബറുകളായ ജുബൈൽ, സഫാനിയ, താറൂത്ത്, സഫാദറിൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മത്സ്യവിപണന കേന്ദ്രം കൂടിയാണിത്. യമൻ, ഒമാൻ, ഖത്തർ, UAE, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നും ഇവിടെ കച്ചവടത്തിനായി മത്സ്യമെത്തിക്കുന്നു. പ്രവർത്തനം മണിക്കൂറുകൾ മാത്രം. അതിനിടയിൽ കൈമറിയുന്നതോ കോടികളും. സൂര്യൻ ഉദിച്ചുയരും മുമ്പേ സജീവമാകും ഖത്തീഫിലെ മത്സ്യത്തട്ടുകൾ. വിവിധ രാജ്യക്കാരായ കച്ചവട പ്രമുഖർ മത്സ്യം വരുന്നതും കാത്തിരിക്കും. പൂരപ്പറമ്പുപോലെ ആളുകൾ നിറയുന്നത് നമ്മിൽ വിസ്മയം പടർത്തും. 2 മണിക്കൂർ കഴിയുന്നതോടെ വിപണി ഒഴിയും. വൈകുന്നേരമാണ് പ്രധാന കച്ചവട സമയം. ഏതാണ്ട് 4 മണിയോടെ മാർക്കറ്റ് സജീവമാകും. 6 മണിയോടെ ആളൊഴിയും. പല ഭാഷയും സംസ്കാരവും വേഷവിധാനവുമുള്ളവർ. പക്ഷേ ഇവർക്കിടയിൽ ഭിന്നതയില്ല. കടലിന്റെ മക്കൾക്ക് നേരും നെറിയുമുണ്ട്. അതിന്റെ അടിസ്ഥാനം സ്നേഹം മാത്രം. കഹ്വയും മധുരമുള്ള ഈന്തപ്പഴങ്ങളും നൽകി ആദ്യം സ്വീകരിക്കും. അത് കഴിഞ്ഞു മാത്രമേയുള്ളൂ ഇവർക്ക് കച്ചവടം. അത്യപൂർവം മത്സ്യഗണങ്ങൾ ഇവിടെ സുലഭമാണ്. കടൽ കറൂപ്പ്, ഏരി നെയ്മീൻ, ആവോലി, കണവ, കൂന്തൽ, കോര, ഞണ്ട്, ചെമ്മീൻ തുടങ്ങി എല്ലാ ഇനം മത്സ്യങ്ങളും ധാരാളം. വൈറ്റ് കോളർ ജോലികൾ മാത്രം മതിയെന്ന് പറയുന്ന ദുരഭിമാനികളായ മലയാളികൾ ഈ കാഴ്ച തീർച്ചയായും കാണണം. വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്ന സൗദികൾ ബെൻസിലും ഓഡിയിലും എത്തി തെരുവോരത്ത് വണ്ടി ഒതുക്കി മാർക്കറ്റിലെ വർക്കിംഗ് ഡ്രസ്സും അണിഞ്ഞ് ജോലിക്കിറങ്ങും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പുതുതലമുറയാണിവർ. സ്കൂൾ വിട്ടെത്തുന്ന കുട്ടികളും സ്വന്തം വരുമാനത്തിനായി ജോലി തേടിയെത്തും. മത്സ്യങ്ങൾ വൃത്തിയാക്കിയാണ് ഇവർ വരുമാനം കണ്ടെത്തുന്നത്. 70% വിദേശികൾ ജോലി ചെയ്യുന്ന ഇവിടെ പകുതിയിലേറെയും മലയാളി ആധിപത്യമാണ്. 4 പതിറ്റാണ്ടിലേറെയായി ഖത്തീഫ് മാർക്കറ്റിൽ മലയാളി സാന്നിധ്യം ശക്തം. പലരുടെയും 3ാം തലമുറ വരെ ഇവിടെ ജോലിക്കെത്തിയിട്ടുണ്ട്. തട്ടിപ്പും വഞ്ചനയുമില്ലാത്ത ഈ വിപണി വിട്ടെറിഞ്ഞു പോകാൻ അധികമാർക്കും കഴിയില്ല എന്നതാണ് സത്യം. എല്ലാ മലയാളികളും നല്ല സന്തോഷത്തോടു കൂടി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എല്ലാ സൗദികളുടെ നല്ല സഹകരണമുണ്ട്. 18 വർഷമായി ഒരിക്കൽ പോലും നാട്ടിൽ പോകാത്ത ഒരു മലയാളിയെയും കണ്ടു ഞങ്ങൾ ഇവർക്കിടയിൽ. ചിലപ്പോൾ ഒരു സീസണിൽ ലക്ഷത്തിന്റെ വരുമാനമാവും ഇവരെ തേടിയെത്തുക. മലയാളിയില്ലാതെ ഖത്തീഫിനും മത്സ്യവിപണിക്കും പിടിച്ചു നിൽക്കാൻ വയ്യെന്ന് സൗദികൾ പോലും